ഉപനേതൃസ്ഥാനത്തിനായുള്ള ഇടതുപക്ഷ മുന്നണിയിലെ തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ CPM CPI ചർച്ച ഇന്ന് നടക്കും. LDF കൺവീനറും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ TP രാമകൃഷ്ണൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായാണ് ചർച്ച നടത്തുന്നത്. ഒരു പാർട്ടി തന്നെ ഒന്നിലധികം ചുമതലകൾ വഹിക്കുന്ന രീതി ശരിയല്ല എന്നാണ് CPIയുടെ നിലപാട്. വിവരങ്ങളുമായി ശാലിനിയാണ് ചേരുന്നത്. ശാലിനി, നമുക്കറിയാം വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. CPIയും CPIയും തമ്മിലുള്ള ഭിന്നത, നിലപാടിലുള്ള ഭിന്നതകൾ ഒരുപാട് തവണയായി ഇപ്പോൾ പുറത്തു വരുന്നു. ഇപ്പോൾ ഇതാ ഉപനേതൃസ്ഥാനത്തിന് വേണ്ടിയിട്ട് പോലും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്താണ് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കാനായിട്ടുള്ളത്? ശില്പ, PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ ഒപ്പുവെച്ചതുമായി തുടങ്ങിയ ഒരു കലുഷിതമായ അന്തരീക്ഷം അത് LDFിനുള്ളിൽ തുടരുകയാണ്. CPMും CPIയും തമ്മിലുള്ള തർക്കങ്ങൾ അങ്ങനെ പലവിധ വിഷയങ്ങളിൽ ഉടക്കി നിൽക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പ്രതിപക്ഷ ഉപനേതാവ് ആര് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിൽക്കുകയാണ് മുന്നണി. ഈ ഘട്ടത്തിലാണ് ഇന്നലെ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. നിലപാട് കടുപ്പിക്കുകയാണ് CPIയും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്നുള്ളത്. കാരണം ഒരു പാർട്ടി ഒന്നിലധികം പദവികൾ അല്ലെങ്കിൽ ഇരട്ട പദവികളൊന്നും കയ്യിൽ വെക്കേണ്ടതില്ല, ഇവിടെ മറ്റുള്ളവരുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ബിനോയ് വിശ്വം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഇത് തന്നെയാണ് മുതിർന്ന CPIയുടെ പല നേതാക്കന്മാരും മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യവും. സമാനമായി തന്നെ പക്ഷേ CPMന്റെ നിലപാട് എന്നുള്ളത് ഇത്തരത്തിലൊരു സ്ഥാനം നൽകേണ്ടതില്ല, കീഴ്വഴക്കങ്ങൾ ലംഘിക്കേണ്ടതില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം നൽകുന്നത് CPMനാണെങ്കിൽ ഉപനേതാവും CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അതിനോട് യോജിക്കാൻ ഇതുവരെ മുന്നണിക്കുള്ളിൽ നിന്ന് CPIക്ക് കഴിയുന്നില്ല. വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്, ഇന്നിപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് രാവിലെ. അതിനുശേഷമാണ് ഒരു ഉഭയകക്ഷി ചർച്ചയിലേക്ക്, ഒരു അനുരഞ്ജന നീക്കത്തിലേക്ക് മുന്നണിക്കുള്ളിൽ നടപടികൾ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, ഒപ്പം തന്നെ LDF കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണൻ അടക്കമുള്ള ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ ചർച്ചയിൽ ഒരു മഞ്ഞുരുകുമെന്നുള്ളതാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. CPMും പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. പക്ഷേ മഞ്ഞുരുകിയില്ല എങ്കിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലേക്കും രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്ന സാഹചര്യങ്ങളിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം UDF സർക്കാർ അധികാരത്തിലേറി ഏകദേശം 50 ദിവസം പിന്നിട്ടിട്ടും ഇതുവരെയും ആരാണ് പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് ആരെന്ന് പറയാൻ തന്നെ അധിക സമയമെടുത്തായിരുന്നു പ്രഖ്യാപനം നടന്നത്. പക്ഷേ ഉപനേതാവ് ആര് എന്ന കാര്യത്തിലും ഇതേപോലെ തന്നെ ചർച്ചകൾ നീളുകയാണ്. മുന്നണിക്കുള്ളിൽ വലിയ രീതിയിലുള്ള കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് തോൽവി വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കി മുന്നണി അത് ചർച്ച ചെയ്യുന്നതിനിടയിലാണ് അതിലും വലിയൊരു തലവേദനയായി ഇപ്പോൾ ഈ പ്രതിപക്ഷ ഉപനേതാവ് എന്നുള്ള പദവി സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും തർക്കങ്ങളും തുടരുന്നത് എന്നുള്ളതാണ്. എന്തായാലും 3.0 പിണറായി സർക്കാർ വരുമെന്ന രീതിയിൽ പ്രചാരണം നടത്തി വലിയ രീതിയിലുള്ള പ്രത്യാശയോടെ കാത്തിരുന്നവർക്ക് ഒരു ഇരുട്ടടി തെരഞ്ഞെടുപ്പിൽ ലഭ്യമായി. അതിന് പിന്നാലെ ഇപ്പോൾ യുവനേതാവ് പദവി സംബന്ധിച്ചും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നടക്കുകയാണ്. ഒരു പക്ഷേ പിളർപ്പിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ എന്നുള്ളതിൻ്റെ ഒരു സൂചന ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം നമുക്ക് കാണാൻ സാധിക്കും. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ഈ ചർച്ച. അത് പരാജയത്തിലേക്ക് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പൊട്ടിത്തെറിയിലേക്കായിരിക്കും. തീർച്ചയായും എന്തായാലും ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷം തന്നെയാണ്. CPM വലിയേട്ടൻ മനോഭാവത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ CPIക്ക് അത് അത്ര പിടിക്കുന്നില്ല. ഒരു പാർട്ടിക്ക് മാത്രം ഇത്രയധികം പിന്തുണ അല്ലെങ്കിൽ പരിഗണന എന്തിന് എന്നുള്ള ചോദ്യം CPI തുറന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇടതുമുന്നണിയിൽ എന്നുള്ളതാണ് ശാലിനി റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്ക് അതിനൊരു അന്തിമഫലം അറിയാൻ വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്.